590 സഹകരണ സംഘത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഈ മാസം 28-ാം തീയതി നടക്കുകയാണ്. നിലവിലുള്ള ഭരണസമിതി 37 വർഷമായിട്ട് ഇടതുപക്ഷം ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് മറ്റാർക്കും അറിയാത്ത ഒരവസ്ഥ നിലവിലുണ്ട്. 37 കൊല്ലം മുൻപ് UDF ആണ് ഭരിച്ചിരുന്നത്. ആ ഭരണകാലം വളരെ ശോചനീയമായ അവസ്ഥയിലേക്ക് ആ സംഘത്തെ എത്തിച്ചു. എന്നാൽ അടുത്ത കാലത്തായി ഇടതുപക്ഷം ഭരിക്കുന്ന ഈ സംഘത്തിൽ ബന്ധു നിയമനം നടത്തുക, മെമ്പർഷിപ്പ് ജനകീയമല്ലാതാക്കുക, സ്വന്തക്കാർക്ക് മാത്രം മെമ്പർഷിപ്പ് കൊടുക്കുക, ഇങ്ങനെയുള്ള അനീതികൾ നടക്കുന്നുണ്ട്. ജനങ്ങളുടെ നിക്ഷേപത്തിന് എത്രമാത്രം സുരക്ഷിതമുണ്ട് എന്നൊന്നും പുറമേയുള്ള ആർക്കും അറിയില്ല. അവിടുത്തെ സെക്രട്ടറിക്കും ഭരണ കക്ഷി അംഗങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഒരു സ്വതന്ത്ര മുന്നണി അധികാരത്തിൽ വന്ന് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാനും ജനോപകാരപ്രദമായ രീതിയിൽ സംഘം നയിക്കാനും ആഗ്രഹിക്കുന്നു. നിലവിൽ കൊരട്ടിയിൽ FSCTയുടെ വളം വിതരണം ഉണ്ടായിരുന്നത് നിലച്ചിരിക്കുകയാണ്. പ്രൈവറ്റ് മേഖലയിൽ നിന്നുള്ള വളം വിതരണമാണ് നടക്കുന്നത്. അതിൻ്റെ സുതാര്യത ആർക്കും തന്നെ അറിയാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ആ സംഘത്തിൽ നിലവിലുണ്ട്. അതുകൊണ്ട് ഒരു സ്വതന്ത്ര മുന്നണി ഈ തവണ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ മുന്നണി ഒരു നല്ല പാനൽ വെച്ചിട്ടുള്ളത്. ആ പാനലിൻ്റെ അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വേദിയിലും സദസ്സിലായിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. കൊരട്ടിയുടെ ഈ സഹകരണ ബാങ്ക് 1987 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിച്ചു വരുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന 87 മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് ഭരണസമിതിയുടെ അനവധി കുറവുകൾ, ന്യൂനതകൾ, ജീർണതകൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചായിരുന്നു ആ തെരഞ്ഞെടുപ്പിനെ അന്ന് LDF അഭിമുഖീകരിച്ചതും ചരിത്രപരമായ ഒരു വിജയം നേടിയതും 1987. ഇപ്പം 37 വർഷം പിന്നിട്ട സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനിടയ്ക്ക് നടന്ന വിവിധ തെരഞ്ഞെടുപ്പുകളിൽ ആരംഭ കാലഘട്ടത്തിലെല്ലാം തന്നെ സഹകാരികളോട് നീതി പുലർത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചു വന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇപ്പം ഇങ്ങനൊരു മത്സരം നടത്തുന്നു? ഒരു വേറിട്ട മത്സരത്തിന് ഞങ്ങൾ ഒരു സ്വതന്ത്ര മുന്നണിയായിട്ട് മത്സരിക്കുന്നു ഉള്ളതിന് ഉത്തരം ആ സഹകരണ ബാങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ജീർണതയുടെ അടിസ്ഥാനത്തിലാണ്. മെമ്പർഷിപ്പ് നൽകുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അത് ഇഷ്ടക്കാർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തി എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അതോടൊപ്പം തന്നെ ആ ബാങ്കിനകത്ത് നടക്കുന്ന വിവിധ ദൂർത്തുകൾ, ആഡംബരവൽക്കരണം, ജീപ്പ് വാങ്ങൽ, അതുപോലെ തന്നെ ദുരിതാശ്വാസ നിധികളിലേക്ക് കൊടുക്കുന്ന കണക്കറ്റ സംഖ്യ, ഭരണകക്ഷി പാർട്ടികളുടെ സമ്മേളന സപ്ലിമെന്റുകളിലേക്ക് നൽകുന്ന പരസ്യം, സംഭാവന, ഇതൊക്കെ വഴി സഹകാരികളുടെ സംഖ്യയാണ് കൊള്ളയടിക്കപ്പെടുന്നത്. അത് യഥാർത്ഥത്തിൽ സഹകാരികൾക്ക് ഡിവിഡൻഡായി കിട്ടുന്ന സംഖ്യയാണ്. അതിൽ വലിയ അമർഷം കൊരട്ടിയിൽ നിലനിൽക്കുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. ചെയ്യപ്പെട്ട പോലെയാണ്, ഒരു അപ്രഖ്യാപിത സംവരണമാണ് ആ കാര്യത്തിൽ നടക്കുന്നത്. അതിലെല്ലാം നടക്കുന്നത് കള്ള പരീക്ഷയും അതുപോലെ തന്നെ കള്ള ഇന്റർവ്യൂ ആണ്. അത്തരം പ്രഹസന നാടകങ്ങളിലൂടെയാണ് ഈ നിയമനങ്ങളെല്ലാം നടന്നത്. അതിൽ വലിയ എതിർപ്പും അമർഷവും സഹകാരികൾക്കിടയിലുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ട് ഞങ്ങളോട് ചോദിക്കാം, നിങ്ങൾ എന്തിന് സ്വതന്ത്ര മുന്നണിയായിട്ട് മത്സരിക്കുന്നു? പലപ്പോഴും അവിടെ ഈ സമീപകാലത്ത് നടക്കുന്ന മത്സരങ്ങളുടെ ഗൗരവതരമായി പരിഗണിക്കാത്ത സമീപനം UDFന്റെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പതിവായി ഒരു
സൗഹൃദ മത്സരം പോലെ പര്യവസാനിക്കാറാണ് പതിവ്. ഇതില് കൊരട്ടിയിലെ സഹകാരികളായ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ യഥാർത്ഥത്തിൽ അസംതൃപ്തരാണ്, അവർ നിരാശരുമാണ്. അതുകൊണ്ട് ശക്തമായൊരു മത്സരം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഔദ്യോഗികമായ ഭാരവാഹികളല്ലാത്ത, അതിൻ്റെ ഒന്നും ഭാഗമല്ലാത്ത സമൂഹത്തിനകത്തെ പൊതുസമ്മതരായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പാനലുകൾ അവതരിക്കുന്നത്. അതിനാവശ്യമായ അതിന്റെ വിജയത്തിന് ആവശ്യമായ ഒരു പശ്ചാത്തലം കൊരട്ടിയിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ കൊരട്ടിയുടെ സമീപ പ്രദേശത്തുള്ള എല്ലാ പാടശേഖരങ്ങളിൽ നിന്നും നെല്ല് സംഭരിച്ച് നമ്മൾ തന്നെ അരി ഉൽപ്പാദിപ്പിച്ച് സംഘത്തിലെ മുഴുവൻ മെമ്പർമാർക്കും മിതമായ നിരക്കിൽ പൈസ എത്തിക്കാൻ ആവശ്യമായ ഒരു വലിയ പ്രോജക്റ്റ് ഞങ്ങൾ ഇതിനോടൊപ്പം വിഭാവനം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇങ്ങനെ ഒരു മുന്നണി രൂപീകരിക്കാൻ ഇടയായ ഒരു സാഹചര്യമാണ്. 3-4 ആളോ തീരുമാനിച്ചതല്ല, കൊരട്ടിയിലെ സഹകാരികളുടെ തീരുമാനമാണ് ഒരു ഭരണമാറ്റം കൊരട്ടിയിൽ ഉണ്ടാവണം. ഇന്ന് അവിടെ എന്താ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ആധികാരികമായ ഒരു വിവരം നമുക്കില്ല. പുറത്തൊരുപാട് ചർച്ചകൾ നടക്കുന്നതാണ്. അതിൽ ഒരു കാര്യം നോട്ടീസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് ആ സഹകരണ പ്രസ്ഥാനം ഒരു പാർട്ടിയുടെ കുടുംബസ്വത്ത് എന്ന നിലവാരത്തിലേക്ക് അതപ്പതിച്ചിരിക്കുക. 53 നിയമനങ്ങൾ അവിടെ നടന്നത് മുൻ MLA അടക്കമുള്ളവരുടെ മക്കളും CPM നേതാക്കന്മാരുടെ ഭാര്യമാരും ഒക്കെയാണ് അനധികൃതമായി അവിടെ ഉദ്യോഗത്തിൽ കയറിയിട്ടുള്ളൂ. അർഹരായ സാധാരണ ആളുകൾ പരീക്ഷ എഴുതി ഇന്റർവ്യൂവിൽ ജയിച്ച് അർഹതയുള്ള ആളുകൾക്ക് അവിടെ ജോലി കൊടുക്കുന്ന കാര്യത്തിൽ ഇന്നുള്ള ഭരണസമിതി എടുത്തിട്ടുള്ള നിലപാടുകൾ ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയിൽ